നമസ്കാരം. വർഷം 1979 ജൂൺ 30 ഗോവയിൽ നിന്ന് ഒരു ചരക്ക് കപ്പൽ ഇരുമ്പയിരുമായി ജർമ്മൻ തീരത്തേക്ക് പുറപ്പെടുകയാണ്. അവിടെ എത്തുന്നതിന് മുമ്പേ മതിയായ ഫ്യൂവൽ റീഫിൽ ചെയ്യാൻ വേണ്ടി ജൂലൈ 8 അത് ആഫ്രിക്കയിലെ ജിബൂട്ടിക്കടുത്ത് ഒരു റീഫില്ലിംഗ് സ്റ്റേഷനിൽ എത്തണമായിരുന്നു. 8 എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും ഈ കപ്പൽ അവിടെ എത്തിയിട്ടില്ല. കപ്പൽ വരുന്നത് കാത്തു നിന്ന അവിടുത്തെ ഉദ്യോഗസ്ഥർ ഒരു ദിവസം കഴിഞ്ഞിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടും കപ്പൽ എത്താതായതോടുകൂടി കപ്പലിന് എന്തോ സംഭവിച്ചു എന്ന് മാത്രം മനസ്സിലാക്കുന്നു. 11 അതിന്റെ തിരോധാനം ഉറപ്പിക്കുന്നു. പിന്നീട് ആ വിവരം അവർ അതിന്റെ ഉടമസ്ഥരായ കേരളത്തിലെ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിനെ അറിയിക്കുന്നു. കുറച്ച് ദിവസത്തെ മൂടിവെക്കലുകൾക്ക് ശേഷം 15 മുതൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പരക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഏകദേശം 46 വർഷങ്ങൾ. പക്ഷെ ഇന്ന് ഈ ദിവസം വരെ ആരും അന്നത്തെ ആ കപ്പലിനെ പിന്നീട് കണ്ടിട്ടില്ല. MV കൈരളി എന്ന് പേരിട്ട് വിളിച്ച മിടുക്കനായ ചരക്ക് കപ്പൽ പിന്നീട് എങ്ങോട്ടോ മാഞ്ഞു പോയിരിക്കുന്നു. ആ മാഞ്ഞുപോയ തിരോധാനം അത്ര നിസ്സാരമായൊരു സംഭവമല്ലായിരുന്നു. ഒരുപാട് കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് കടലമ്മ അവരുടെ കണ്ണീരും കൊണ്ട് ആ കപ്പലിനെയും കൊണ്ട് എങ്ങോട്ടോ പോയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിക്കുന്നത്. ഈ കപ്പൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ ചരക്ക് കപ്പലായിരുന്നു. 3 വർഷത്തോളം കടലിന്റെ ഓളപ്പരപ്പുകളിലൂടെ ഈ കപ്പൽ ഒരുപാട് കൃത്യമായ മിഷനുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1966 സെപ്റ്റംബർ മാസം ഒരു നോർവേ കമ്പനിയാണ് ഈ കപ്പലിനെ നിർമ്മിച്ചത്. അന്ന് അവരതിന് ഓസ്കാർ സോൾ എന്ന് പേരിട്ടു. അവരും ആ മിഷൻ ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരികയെ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1976 കേരളത്തിലെ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന സ്ഥാപനം ഈ കപ്പലിനെ സെക്കൻഡ് ഹാൻഡായി നല്ലൊരു വില കൊടുത്ത് വാങ്ങുന്നത്. അന്ന് തമിഴ്നാട് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അവരുടെ ഐക്കണായി മാറാവുന്ന കപ്പലുകൾ കൊണ്ടു നടക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തെ ചൊടിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഈ KSC എന്ന സ്ഥാപനത്തിന്റെ ജനനത്തിന് കാരണമായതും. പക്ഷെ അവര് ഏകദേശം 5.5 കോടി എന്ന അന്നത്തെ ഒരു ഭീമാകാരം തുക ഇന്നത്തെ ഒരു നിലയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 160 കോടിയോളം വരുന്ന ഈ തുക കൊടുത്തിട്ട് അവര് ഈ ഒരു കപ്പൽ വാങ്ങി പിന്നീട് അതിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അങ്ങനെ പിന്നീടുള്ള 3 വർഷം ഈ ലോകത്തെ അനുവദനീയമായ കടൽ പാതകളിലൂടെ ഈ കപ്പൽ അങ്ങനെ പല കൃത്യമായ മിഷനുകൾ നിർവഹിച്ചുകൊണ്ട് ഓടി നടന്നു. അതിൽ ക്യാപ്റ്റൻ മരിയാദാസ് അയാളൊരു ചെറുപ്പക്കാരനായിരുന്നില്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ധൈര്യമുള്ള ഒരു കപ്പിത്താൻ തന്നെയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവർക്ക് പുതിയൊരു മിഷനുള്ള ജോലി വന്ന് അവർ ജൂൺ മാസം 1979 അതായത് 3 വർഷങ്ങൾക്ക് ശേഷം അവര് മർമ്മ ഗോവയിലെ ഒരു പോർട്ടിലേക്ക് എത്തുകയാണ്. ഈ പോർട്ടിൽ നിന്ന് അവർ എടുക്കേണ്ടിയിരുന്നത് ഇരുമ്പിന്റെ അയരായ അയൺ ഓർ എന്ന പ്രൊഡക്റ്റ് ആണ്. ഈ അയൺ ഓറുമായിട്ട് അവർ എത്തിച്ചേരേണ്ടത് ജർമ്മനിയിലെ റോസ്റ്റോക്ക് തീരത്താണ്. അതിനിടയിൽ വെച്ച് ജൂലൈ 8 ഏകദേശം ഫ്യൂവൽ തീരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആഫ്രിക്കയിലെ ജിബൂട്ടി കടപ്പുറത്ത് വെച്ചിട്ട് അവർക്ക് റീഫിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാം മുന്നേ കൂട്ടി ഒരുക്കിയിരുന്നു. പക്ഷെ ഇവിടെയാണ് ദുരൂഹതയ്ക്കും കഥയ്ക്കും ഒരുമിച്ച് തുടക്കമാവുന്നത്. ജൂൺ 30 തങ്ങൾക്ക് പുറപ്പെടാൻ കഴിയില്ല. കാരണം ചില റഡാർ തകരാറുകൾ ഉണ്ട് എന്ന് ക്യാപ്റ്റൻ മരിയദാസ് അന്നത്തെ അതോറിറ്റി അറിയിക്കുകയാണെങ്കിലും സമ്മർദ്ദം മൂലം അന്ന് തന്നെ ആ യാത്ര പുറപ്പെട്ടു. ഏകദേശം 500 നോട്ടിക്കൽ മൈലൊക്കെ കടന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഈ കപ്പൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അബി മാത്യു എന്ന ചീഫ് എഞ്ചിനീയറും ഒപ്പം ഉണ്ടായിരുന്ന റേഡിയോ ഓപ്പറേറ്റർ ബേബി സെബാസ്റ്റ്യൻ എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. ഇതിൽ ഒരു തടസ്സം വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 3 ഉച്ചയോടുകൂടി അടുത്ത സമയത്ത് ഈ കപ്പലിൽ നിന്ന് ഒരു സന്ദേശം കേരളത്തിലെ അവരുടെ ഉടമസ്ഥരായ കമ്പനിക്ക് എത്തുന്നുണ്ട്. തങ്ങൾക്ക് ചില യന്ത്ര തകരാറുകളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്, വേറെ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ സന്ദേശം ആരും അറിഞ്ഞിരുന്നില്ല. അതാണ് ആ കപ്പലിന്റെ അവസാന സന്ദേശം എന്നുള്ളത്. പിന്നെ രാത്രിയോടുകൂടി തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യുന്ന ആ കപ്പലിനെ ആർക്കും സിഗ്നൽ ലഭിക്കുന്നില്ല. അങ്ങനെ 4 ആ കപ്പലിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നെ ഒരു പ്രതീക്ഷ, അതായത് മറ്റൊരു വിവരം ലഭിക്കേണ്ടത് 8 ജിബൂട്ടി കടപ്പുറത്തു നിന്നാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിബൂട്ടി കടപ്പുറത്തെ അതോറിറ്റി കാത്തിരിപ്പിലേക്കാണ് ചെന്നെത്തുന്നത്. അതായത് 8 ആ കപ്പൽ അവരുടെ റഡാറിൽ പ്രത്യക്ഷപ്പെട്ടില്ല, അവരുടെ കൺമുമ്പിലേക്കും വന്നു ചേർന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല. 9, 10 തീയതികൾക്ക് ശേഷം 11 ആ നടുങ്ങുന്ന വാർത്ത ലോകം അറിയുകയാണ്. അതായത് ആ കപ്പൽ എവിടെയോ കാണാതായിട്ടുണ്ട്.
അല്ലെങ്കിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എന്ത് ഗൂഢാലോചനയുടെ പേരിലാണെന്ന് ഇപ്പോഴും അറിയില്ല 15-ാം തീയതിക്ക് ശേഷമാണ് ഇത് ലോകത്ത് മുഴുവൻ വാർത്തയായിട്ട് പ്രചരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത വേണ്ടി വന്നു ഇതിനു വേണ്ടി ഒരു ശക്തമായ തിരച്ചിൽ കടലിൽ ആരംഭിക്കാൻ. അങ്ങനെ നേവിയെയും യുദ്ധവിമാനങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഗോവ തീരത്ത് നിന്ന് ഏകദേശം 500 നോട്ടിക്കൽ മൈൽ അപ്പുറം അതിശക്തമായ ഒരു തിരച്ചിൽ നാടകം എന്ന് പറഞ്ഞാലും തെറ്റില്ല, നടന്നു എന്ന് വേണം പറയാൻ. ഈ തിരച്ചിലിന്റെ റിസൾട്ട് നിരാശ മാത്രമായിരുന്നു. ഇതിനിടെ യമന്റെ സെക്കോട്ര ദ്വീപുകൾക്ക് അടുത്തുകൂടെ ഈ കപ്പലിന് വളരെയധികം സമാനതയുള്ള ഒരു കപ്പൽ കടന്നു പോയതായുള്ള റിപ്പോർട്ട് ലഭിക്കുന്നു. അത് ഊഹാപോഹമായി തള്ളിക്കളയാതെ ആ പ്രദേശത്തും മാന്യമായ ഒരു തിരച്ചിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതിനോടുള്ള തിരച്ചിൽ കുറച്ചു ദിവസം നീണ്ടുപോവുകയും ഒടുവിൽ എല്ലാ കപ്പൽ ഛേദങ്ങളെയും പോലെ തന്നെ ഇതിന്റെയും വിധി ഒരു ശൂന്യതയിലേക്ക്, നിഗൂഢതയിലേക്ക് മാഞ്ഞു പോകുന്നു. അതായത് MV കൈരളി എന്ന കപ്പൽ ഇനിയില്ല. മലയാളിയായ 3 ഉദ്യോഗസ്ഥർ മുൻനിരയിൽ നിന്ന 23ഓളം മലയാളികൾ പ്രവർത്തിച്ചു എന്ന് പറയപ്പെടുന്ന 51ഓളം ആളുകൾ ജീവനോടുകൂടി യാത്ര ചെയ്തിരുന്ന കപ്പൽ, 20,500 ടൺ ഇരുമ്പയിര് ഒരു നിസാര വിലയുടെ വസ്തുവല്ല അത്. അതിനെ വഹിച്ചുകൊണ്ടിരുന്ന കപ്പൽ അതിനെന്ത് സംഭവിച്ചു? ഇനിയാണ് ഉത്തരങ്ങളുടെ കടന്നുവരവ്, അല്ലെങ്കിൽ ഏതൊരു കപ്പൽ നഷ്ടത്തെയും പോലെ നാടകീയമായ ചില ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും കടന്നുവരവ്. പല കോൺസ്പിറസി തിയറികളിൽ ആളുകൾ ഏറ്റവും അധികം വിശ്വസിക്കാൻ ആഗ്രഹിച്ചത് ഈ കപ്പലിനെ കടൽക്കൊള്ളക്കാർ അഥവാ പൈറേറ്റ്സ് തട്ടിയെടുത്തു എന്നാണ്. സാധ്യതയുണ്ട്, കാരണം ആഫ്രിക്കൻ തീരമായതുകൊണ്ടും പൈറേറ്റ്സിന്റെ അറ്റാക്ക് ഒരുപാടുള്ള കാലഘട്ടമായിരുന്നതുകൊണ്ടും ഇത് സംഭവിച്ചിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ റാൻസം മണി അഥവാ ഒരു മോചന ദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു അതോറിറ്റിയെ ബന്ധപ്പെട്ടിരിക്കണം. അത്തരം ബന്ധപ്പെടലുകൾ MV കൈരളിയെ സംബന്ധിച്ചുകൊണ്ട് ചരിത്രത്തിൽ എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. മറ്റൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് ഒരു അപകടത്തിലൂടെ ഈ കപ്പൽ കടലിൽ എവിടെയോ മുങ്ങിപ്പോയി എന്നാണ്. പക്ഷെ അങ്ങനെ 4-ാം തീയതി മുങ്ങിയെങ്കിൽ തന്നെ, അല്ലെങ്കിൽ 5-ാം തീയതി നഷ്ടപ്പെട്ടെങ്കിൽ തന്നെ, എന്തായിരുന്നാലും അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഡെബ്രിസ്, ഒരു നാശനഷ്ടത്തിന്റെ സൂചന എവിടെ നിന്നെങ്കിലും നമുക്ക് ലഭിക്കണം. ഒന്നുകിൽ അത് കപ്പലിന്റെ ടാങ്കിൽ നിന്ന് ലീക്കായ ഫ്യൂവലിന്റെ ഒരു മേലെ വരുന്നതാവാം, അല്ലെങ്കിൽ കപ്പലിൽ നിന്നുള്ള അയൺ ഓർ പോലുള്ള എന്തെങ്കിലും വസ്തുക്കൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ഒഴുകി നടക്കുന്നതായിരിക്കാം. നമ്മൾ 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ട MS-370 എന്ന വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് ഇന്ത്യൻ കടൽ തീരത്തോട് അടുത്ത് വരെ കിട്ടുകയും സീരിയൽ നമ്പർ മാച്ച് ചെയ്തിട്ട് അത് MH370 ആണെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ജീവനോടെ രക്ഷപ്പെട്ട ഒരു വ്യക്തി പോലും നമുക്കൊരു സൂചനയായിട്ടില്ല, ഒരു പാർട്ട് പോലും നമുക്കൊരു സൂചനയായിട്ട് കടന്നു വരുന്നില്ല എന്നത് നിരാശയിലേക്ക് കൂപ്പുകുത്തി. പിന്നീട് തിരച്ചിലുകൾ മെല്ലെ മെല്ലെ അവസാനിക്കുന്നു. കേരള ഷിപ്പിംഗ് കോർപ്പറേഷന് ഒരു പരിധിവരെ തിരച്ചിലിനേക്കാൾ താല്പര്യമുണ്ടായിരുന്നത് ആ ഇൻഷുറൻസ് തുക നേടിയെടുക്കാനായിരുന്നു എന്ന ആരോപണം ഉയരുകയാണ്. ഏകദേശം 6.8 കോടി എന്ന ഭീമ തുക, അന്നത്തെ വലിയൊരു തുകയാണത്. അതാണ് അന്ന് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് അവർ നേടിയെടുത്തത്. അതിൽ നിന്ന് 37,700ഓളം രൂപ വെച്ച് ഓരോ നഷ്ടമായ കുടുംബത്തിനും അവർ നൽകിയിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. ഇനി ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ലെജൻഡ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നിരുന്നാലും അന്ന് പല രീതിയിലുള്ള ആരോപണങ്ങൾക്കും അന്വേഷണങ്ങൾക്കും പിന്നീടും സമയമെടുത്തു. ബന്ധുമിത്രാദികൾ നഷ്ടമായവരുടെ കുടുംബം വരെ പല രീതിയിൽ ചേർന്നുകൊണ്ട് അന്വേഷണം നടത്തി. അവിടെ ഉയർന്നു വന്ന ഏറ്റവും ശക്തമായ ഒരു ആരോപണം ഇതായിരുന്നു: KSC അഥവാ കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ തലപ്പത്ത് മുമ്പ് കപ്പൽ ഓടിച്ച് വൈദഗ്ധ്യമുള്ള, അല്ലെങ്കിൽ കപ്പലിലെ യന്ത്ര സാമഗ്രികളെ കുറിച്ചും എഞ്ചിനീയറിംഗിനെ കുറിച്ചും നോളജും എക്സ്പേർട്ടുമായിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. സോ ഇവിടെ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചിരിക്കാൻ ചാൻസ് ഉള്ളത്? ഒരുപാട് കോമ്പറ്റീഷനുകൾക്ക് വേണ്ടി മാത്രമാണോ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് KSC അന്ന് ഈ ഓസ്കാർ എന്ന കപ്പലിനെ മേടിച്ച് MV കൈരളി എന്ന് നാമകരണം ചെയ്ത് ഓമനക്കുട്ടനെ പോലെ കടലിൽ 3 കൊല്ലം ഓടിച്ചുകൊണ്ട് നടന്നത്? അന്ന് മര്യാദ ജോസഫ് റിപ്പോർട്ട് ചെയ്തതുപോലെ യന്ത്ര തകരാറുകളും മറ്റും ഉണ്ടായത് പരിഹരിക്കാതെ എന്തിനായിരുന്നു ആ കപ്പൽ ജൂൺ 30-ാം തീയതി തന്നെ ഇത്രയും തിടുക്കപ്പെട്ട് കടലിന്റെ ഓളപ്പരപ്പുകളിലേക്ക് ചാടി ഇറങ്ങിയത്? ആരായിരുന്നു ആ നിർദ്ദേശത്തിന് പിന്നിൽ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നീട് 3-ാം തീയതി ഉണ്ടായ ആ തകരാറ് റിപ്പോർട്ട് ചെയ്തതിനെ ലോകം അറിയിക്കാതെ അല്ലെങ്കിൽ പരിഹരിക്കാതെ കപ്പലിന് വീണ്ടും മുന്നോട്ട് പോകേണ്ടി വന്നത്? റൂട്ട് മാറി ഞാൻ നേരത്തെ പറഞ്ഞ ദ്വീപ് സമൂഹത്തിലേക്ക് ആ കപ്പൽ എത്തിയിട്ടുണ്ടോ? ആരാണ് ഈ കപ്പലിനെ കൊണ്ടുപോയത്? നമ്മളൊക്കെ കെട്ടുകഥയായിട്ടും ഒരുപാട് വിശ്വസിക്കുന്ന ബെർമുഡ ട്രയാങ്കിൾ പോലെ ഇത് കടലിനടിയിലേക്ക് ഒരു ചുഴി എടുത്തു കൊണ്ടുപോയതാണോ? അല്ലെങ്കിൽ ഇനി ആരെങ്കിലും പറയുന്നത് പോലെ ഏലിയൻ അബ്ഡക്ഷൻ ആണോ? ഒന്നും അറിയില്ല. എന്തായാലും കഴിഞ്ഞ 46 വർഷമായി MV കൈരളി എന്ന കപ്പലിനെ കുറിച്ച് സത്യസന്ധമായ ഒരു റിപ്പോർട്ടുകളും എവിടെയും വന്നിട്ടില്ല. തന്റെ ഭർത്താവായ മിടുക്കനായ ക്യാപ്റ്റൻ തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരുന്ന
മരിയദാസ് ജോസഫിന്റെ ഭാര്യ 2010 മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ മകൾ ഇന്ന് മർച്ചന്റ് നേവിയിൽ ഉദ്യോഗസ്ഥയായി നല്ല അന്തസ്സായി പപ്പയുടെ വഴിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഓർക്കുക, വേടനും മറ്റു കവികളും എഴുതി കൂട്ടിയതുപോലെ കടലമ്മ എന്ന് പറയുന്നത് ഒരു സ്നേഹനിധി മാത്രമല്ല, ദുരൂഹതകളുടെ കെട്ടുകഥ കൂടിയാണ്. അത് ജീവനോടുകൂടിയും അല്ലാതെയും എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ജീവനുകളെയാണ്. ആയിരക്കണക്കിന് കപ്പലുകളെ, വിമാനങ്ങളെ ഇങ്ങനെ മായ്ച്ചു കൊണ്ടുപോകുന്ന കടലിന്റെ നിഗൂഢതകൾ തുടരും. കേരളത്തിന്റെ കരയിൽ എവിടെയോ 2 കപ്പലുകൾ തട്ടിയപ്പോഴും മുട്ടിയപ്പോഴും വീണപ്പോഴും ഉണ്ടായ ഘോരമായ ചർച്ച MV കൈരളിയെ കുറിച്ച് ഉണ്ടായിട്ടില്ല. 4 വർഷങ്ങൾക്ക് മുമ്പേ ജൂഡ് ആന്റണി ജോസഫും നിവിൻ പോളിയും ചേർന്ന് ഇതിനെക്കുറിച്ച് ഒരു സിനിമ വരുന്നു എന്ന് അനൗൺസ് ചെയ്തെങ്കിലും ആ സിനിമ പിന്നീട് വെളിച്ചം കണ്ടതായോ ഷൂട്ടിംഗ് നടന്നതായോ അറിവില്ല. എന്താണ് മറ്റു ഭീമാകാരൻ കപ്പലുകൾക്കില്ലാത്ത ഇത്രയും വലിയ നിഗൂഢത MV കൈരളിക്ക് പുറകിലുള്ളത്? MSC ആയിരം പോലുള്ള കൊലകൊമ്പന്മാർ ഇന്ന് വന്ന് നങ്കൂരമിടുന്ന നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ഇന്നുണ്ടാവേണ്ടിയിരുന്ന MV കൈരളി ലോകത്ത് എവിടെയും ഇല്ലാതെ പോയതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചരിത്രം എന്നെങ്കിലും നമ്മളോട് സത്യം പിടിച്ചു പറയുമെന്ന് മാത്രം കാത്തിരിക്കാം. കാത്തിരിപ്പുകൾക്ക് കടല് എന്നും ഒരു കാരണമായിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.